നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് RC ബുക്കിൻ്റെയും ലൈസൻസിൻ്റെയും വിതരണം മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളത് ഈ മേഖലയുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് പ്രിൻ്റ് ചെയ്യാൻ ആവശ്യമായതിൻ്റെ 4 ഇരട്ടി തുകയും പോസ്റ്റൽ ചാർജും എല്ലാം ഇപ്പോഴും ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നുമുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഡോക്യുമെൻറ്റ്സ് അതാത് ഉടമസ്ഥർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ലോക റെക്കോർഡ് മറികടന്ന് ചൊവ്വയിലെത്തി നിൽക്കുകയാണ്. എന്നാൽ വാഹന ഉടമകൾക്കും പുതിയതായി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചവർക്കും നേരിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. പ്രിന്റിംഗ് സ്ഥാപനത്തിന് കുടിശ്ശികയുള്ള തുക കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. ഈ തുക കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രിന്റിംഗ് പുനരാരംഭിക്കുന്നതായിരിക്കും. പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള കുടിശ്ശിക ഇപ്പോഴും കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ആയതിനാൽ പുതിയ ലൈസൻസും RC ബുക്കും അതാത് RT ഓഫീസുകളിൽ കൂടി വിതരണം ചെയ്യും എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ RT ഓഫീസിലിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് വിതരണം RT ഓഫീസ് വഴി നടന്നാൽ ജനങ്ങളുടെ ഈടാക്കിയ പോസ്റ്റൽ ചാർജ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കയ്യിലിരിക്കും. അപ്പോഴും നേട്ടം സർക്കാരിന് തന്നെയാണ്. ഏതായാലും ഇലക്ഷനൊക്കെ വരുന്ന സ്ഥിതിക്ക് ഇത് അധികം വൈകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. എല്ലാ വാഹന ഉടമകളും അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. ആധാറിൽ കാണിച്ചിരിക്കുന്ന അതേ പേര് തന്നെ ആയിരിക്കുകയും വേണം. വാഹന സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും ഫൈൻ അടയ്ക്കുന്നതിനുമൊക്കെ ഇത് നിർബന്ധമാണ്. MVD കേരള എന്ന ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് ഈ വിവരം ജനങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത്. ഫോൺ നമ്പരും പേരും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്കും അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റ് പുതിയ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.